രാധാകൃഷ്ണ മേനോൻ, ഇവിടെ വസന്തശ്രീയൊക്കെ പറയുന്ന ഒരു കാര്യം, ഇവിടെ ചില സമുദായങ്ങൾ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിനെതിരെ മൗനം ദീക്ഷിക്കുകയും ചില സമൂഹങ്ങൾ മാത്രം ഇതേപോലുള്ള അക്രമം അത് ഒരിക്കലും അനുകൂലിക്കാനും കഴിയില്ല. അങ്ങനെ ഒരാളുടെ ആഘോഷത്തെയും, അത് ക്രിസ്മസ് ആയിക്കോട്ടെ, നബിദിനമായിക്കോട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന രാജ്യമാണ്. അക്രമങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. അപ്പോൾ ചില സമൂഹങ്ങളിൽ നിന്ന് വരുന്ന അക്രമങ്ങളെ മൗനത്തോടു കൂടി മിണ്ടാതിരിക്കുകയും ചില വിഭാഗങ്ങളുടെ മാത്രം ഉയർത്തിക്കാട്ടി ഇതെല്ലാം സംഘപരിവാറിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള കോൺഗ്രസിൻ്റെ കപട നീക്കങ്ങളെ ക്രൈസ്തവ സമൂഹം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതല്ലേ അതിൽപ്പെട്ട ഒരു സംഘടനയുടെ, എല്ലാവരുടെയും അല്ല, അതിൽപ്പെട്ട ഒരു സംഘടനയുടെ കാസയുടെ പ്രതിനിധിയുടെ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നും അതല്ലേ മനസ്സിലാക്കേണ്ടത് രാധാകൃഷ്ണന്? ഇല്ല, തീർച്ചയായിട്ടും ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്തത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, അതായത് കാത്തലിക്സ് ആ സ്വഭാവത്തിലുള്ള അവര് ഏകോപനമായി നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഭാരതത്തിൽ ആകെ എത്ര ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ക്രൈസ്തവരല്ലാത്ത മുസൽമാന്മാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട്. ഇതര വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആത്യന്തികമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കാലങ്ങളായി അനുഭവിച്ചിരുന്ന ഒരു പ്രിവിലേജ് പോലെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മൈനോറിറ്റികളെ, അത് ഞങ്ങളുടെ ചിറകിന്റെ കീഴിലാണ്, ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണം, മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നത്. ഈ തരത്തിലുള്ള ഒരു കള്ളപ്രചരണത്തിലൂടെ കാലങ്ങളായി ഭാരതത്തിൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സമീപനം തകരുമ്പോൾ അതിന്റെ ഒരു വെപ്രാളമാണ് ഇപ്പോ കാണുന്നത്. കാരണം ക്രൈസ്തവ വിഭാഗത്തിലെ എല്ലാവരും അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നു. പക്ഷെ ക്രൈസ്തവ വിഭാഗത്തിലെ നല്ല ഒരു വിഭാഗം ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. ഇപ്പോ സെന്റ് തോമസ് കോളേജിൽ പാലാ ബിഷപ്പിന്റെ നേരെ, പാലാ സെന്റ് തോമസ് കോളേജിന് സമീപത്തുള്ള ബിഷപ്പ് ഹൗസിന് നേരെ അക്രമം ഉണ്ടായപ്പോ കോൺഗ്രസ് എടുത്ത നിലപാടെന്ന്. ഇപ്പൊ ഈ മുനമ്പത്ത് തന്നെ നാളെ ഇപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. മുനമ്പത്ത് പോയി നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള അവകാശം അവർക്കുണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും വൈകി വന്ന വിവേകത്തിൽ അവരെ പ്രത്യേകമായി അനുമോദിക്കുന്നു. കാരണം അവരാദ്യം മുനമ്പത്തിന്റെ വിഷയത്തിൽ അടക്കമെടുത്ത സമീപനം എന്താ? ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി കൊടുക്കുവാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവര് രാജ്യത്തെ ഓരോ പ്രശ്നവും ഉണ്ടാകും. അതാണല്ലോ വിനോദ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം. അപ്പൊ ആ ഒരു വിഷയങ്ങളിൽ അവരൊരു ചില പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷകരായി അവര് മാറുന്നു. അവര് ആ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ടിനെ തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യയിൽ നിൽക്കുന്ന തങ്ങളുടെ ഏറ്റവും ഉന്നത നിലയിലുള്ള നേതാക്കളെ വരെ ഈ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. കാരണം അല്ലാതെ അവർക്ക് രാജ്യത്ത് നിലനിൽക്കാൻ നിർവാഹമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ ആ ഉന്നത നേതാക്കന്മാർക്ക് പാർലമെന്റിൽ എത്താൻ നിർവാഹമില്ല എന്ന് തിരിച്ചറിവിൽ അവരെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ എന്താ കോൺഗ്രസിനുണ്ടായത്? അവകാശം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ആ നിലയിൽ കോൺഗ്രസ് ഒരു ചില പ്രത്യേക വിഭാഗങ്ങളോട് അടിപ്പെട്ട് പ്രവർത്തിക്കുകയും എന്നാൽ അതേസമയം എല്ലാ വിഭാഗത്തോടും തുല്യനീതി കാണിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്തീയ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഇതര വിഭാഗങ്ങളായാലും ഒക്കെ ഘട്ടം ഘട്ടമായി തിരിച്ചറിയുകയാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും മുസ്ലിം ജനവിഭാഗങ്ങളും ഇതേപോലെ കോൺഗ്രസിന്റെ ഈ തെറ്റായ സമീപനത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും ഈ തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനും വിഡ്ഢിവേഷം കെട്ടിക്കാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യും. അതിനെ തുറന്നു കാണിക്കുന്നതിൽ ഇന്ന് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനവും എല്ലാം വിജയിക്കുന്നു. ഇതിന്റെ അങ്കലാപ്പാണ് ഈ പ്രചരണം. ഇവിടെ തന്നെ മധ്യപ്രദേശിലെ സ്കൂളില് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത് കേട്ടോ, അവിടെ
കത്ത് കൊടുത്തു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ആ കാരണം കത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ പ്രധാനമന്ത്രിയെ വിളിച്ച് സമ്മേളനം നടത്തിയ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവരും ആ കൗൺസിലിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവരൊരു വലിയ വിഭാഗമാണ്. ഈ ഭാരതത്തിൽ ക്രൈസ്തവ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാതിനിധ്യമുള്ള ഏറ്റവും വലിയ സംഘടനയാണ്. അപ്പൊ അവരെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ എത്തി. പക്ഷെ മധ്യപ്രദേശിൽ സ്കൂൾ നടത്തിയ എല്ലാ അവകാശവും കൊടുത്തു. ആ വിഭാഗമാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്കൂൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം ഇവിടെ അനുവദിച്ചിരിക്കുന്നു. മധ്യപ്രദേശ് BJP ഭരിക്കുമ്പോഴും അവർക്ക് എല്ലാ ആനുകൂല്യവും കൊടുക്കുന്നു. എന്നാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ലല്ലോ. ആ സ്കൂളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നില്ല. അവിടെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ഭാഗമാക്കണം എന്ന് കർശനമായി നിഷ്കർഷിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇടപെടാൻ നമുക്ക് സാധിക്കണം. ആ ഇടപെടലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലിനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. ആ ഇടപെടൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ച് രാജ്യത്ത് സൽഭരണം നടപ്പാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു എന്ന് മാത്രമല്ല, അവരുടെ മതവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനും അവരുടെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാനും എല്ലാമുള്ള അവകാശം ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നു. അതെ, അവരുടെ എല്ലാ ആഘോഷങ്ങളും നടത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു. അത് എത്ര സമാധാനപരമായി നടത്താം, അതിനെന്തെല്ലാം നടപടി സ്വീകരിക്കാം, അത് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഒരാഘോഷങ്ങളെയും തടയുന്നില്ല.